ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ അർജുന്റെ വാഹനത്തിനായുള്ള തെരച്ചിൽ പുനരാരംഭിക്കുകയാണ്. ഗംഗാവലി പുഴയിലെ മണ്ണ് നീക്കിയുള്ള പരിശോധനയ്ക്കായി ഡ്രഡ്ജർ ബുധനാഴ്ച എത്തിക്കും. തിരച്ചിൽ വ്യാഴാഴ്ച പുനരാരംഭിക്കും. ഗോവയിൽ നിന്ന് ഡ്രഡ്ജർ എത്തിക്കാൻ ഷിപ്പിംഗ് കമ്പനിക്ക് നിർദ്ദേശം നൽകി. AP നദീറ ചേരുന്നു ബംഗളൂരുവിൽ നിന്ന്. നദീറ, എന്താണ് വിശദാംശങ്ങൾ? എപ്പോഴാണ് ഡ്രഡ്ജർ എത്തിക്കുക? ഏറെ അനിശ്ചിതത്വത്തിനൊടുവിൽ തിരച്ചിൽ പുനരാരംഭിക്കാൻ തീരുമാനമായിരിക്കുന്നു അല്ലേ? വിനിത, അർജുന്റെ കുടുംബത്തിന്റെ കാത്തിരിപ്പിന് ഒടുവിൽ അവസാനമാകുന്നെന്ന് പറയാം. ഡ്രഡ്ജർ എത്തുകയാണ്. ബുധനാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തും. ഇനിയൊരു അന്തിമ തീരുമാനം ഈ ജില്ലാ കലക്ടറേറ്റിൽ നിന്ന് ഉണ്ടാകേണ്ടതുണ്ട്. അതിനുള്ള യോഗം തിങ്കളാഴ്ച നടക്കും. ഈ യോഗത്തിൽ ഒരു അന്തിമ തീരുമാനത്തിലെത്തുകയും ഷിപ്പിംഗ് കമ്പനിയോട് പുറപ്പെടാൻ ആവശ്യപ്പെടുകയും ചെയ്തു. ഇപ്പോൾ പ്രാഥമികമായ ഒരു നിർദ്ദേശം ജില്ലാ ഭരണകൂടം നൽകിയിട്ടുണ്ടെന്നാണ് ഷിപ്പിംഗ് കമ്പനി പറയുന്നത്. എന്തായാലും ഗോവയിലാണ്, കാർവാർ ആസ്ഥാനമായ കമ്പനിയാണ്, ഗോവയിലാണ് ഇത് ഷിപ്പ് ഉള്ളത്. ഇവിടെ നിന്നാണ് ഈ ഡ്രഡ്ജർ വരേണ്ടത്. ഇതിന് അനുമതി ഇവിടുന്ന് ലഭിക്കുന്ന മുറയ്ക്ക് തന്നെ അത് പുറപ്പെടും. 36 മുതൽ 40 മണിക്കൂറോളം യാത്ര ചെയ്താൽ മാത്രമാണ് ഷിരൂരിലുള്ള ഈ ഗംഗാവലി പുഴയിൽ ഈ ഡ്രഡ്ജറിന് എത്തിച്ചേരാൻ സാധിക്കുക. എന്നാലും ബുധനാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തുമെന്ന വിവരമാണ് നമുക്കിപ്പോൾ ലഭിക്കുന്നത്. വ്യാഴാഴ്ച തിരച്ചിൽ പുനരാരംഭിക്കാൻ സാധിക്കും. നേരത്തെ നാവികസേനയുടെ സോണാർ പരിശോധനയിൽ കണ്ടെത്തിയ ഭാഗമുണ്ട്. ഈ ഭാഗം നോട്ട് ചെയ്തിരുന്നു, ലൊക്കേറ്റ് ചെയ്തു വെച്ചിരുന്നു. ഈ ഭാഗത്താണ് ആദ്യം ഡ്രഡ്ജിംഗ് നടക്കുക. ഇവിടെ ഇല്ലെങ്കിൽ മാത്രമായിരിക്കും മറ്റിടങ്ങളിൽ പരിശോധന നടത്തുക. എന്തായാലും കാത്തിരിപ്പിന് അവസാനമാകുന്നു. വ്യാഴാഴ്ചയോടുകൂടി ഡ്രഡ്ജർ എത്തും. ശരി, AP നദീറയാണ് വിവരങ്ങൾ നൽകിയത്.